Hello Magala, welcome back to Exam While Learnings. NMMS Super League 4 Exam While Learnings അടുത്തൊരു വീഡിയോ സോഷ്യൽ സയൻസിലെ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ സയൻസിൽ 35ഓളം ക്വസ്റ്റ്യനുകളാണ് NMMS വരാറുള്ളത്. ഇത് നിങ്ങൾക്ക് തറോ ആക്കി തരാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യാണ് നിരന്തരമായി ചോദിക്കുന്ന ഭാഗങ്ങൾ അതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മക്കളുടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എക്സാം വൈൽ ലേണിംഗ്സ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഫ്രീ NMMS കോച്ചിങ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു മാപ്പിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഫേസിങ് ദ റൈസിങ് സൺ, നിങ്ങളാണ് ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്ക് ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ടു ദ ലെഫ്റ്റ് ഓഫ് യു, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ ഡയറക്ഷൻ എന്തായിരിക്കും, അഥവാ നിങ്ങളുടെ ഇടത്തെ സൈഡിലുള്ള ഏത് ദിശയായിരിക്കും ഉണ്ടാകുക എന്നുള്ള ചോദ്യം. ഓപ്ഷൻ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഓപ്ഷൻ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓക്കെ, മക്കൾക്ക് ഓപ്ഷൻ അറിയാമെന്ന് മക്കളുടെ കയ്യിൽ പുസ്തകവും പേനൊക്കെ ഉണ്ട് വിചാരിക്കുന്നു. പെട്ടെന്ന് വരച്ചു വെക്കുക. നമ്മൾ ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ്. ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇടതുവശത്തുള്ള ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഇടതുവശത്തുള്ള ദിശ ഏതായിരിക്കും, ഡയറക്ഷൻ ഏതായിരിക്കും എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് വരച്ചു നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്ഷൻ വളരെ കൃത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതെല്ലാവർക്കും പഠിക്കാനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. മക്കൾക്ക് ന്യൂസ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെ ഉണ്ടായതെന്ന് അറിയാം. ന്യൂസ് എന്ന് പറയുന്ന വേർഡ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. മക്കൾ എന്താ ചെയ്യുക, ന്യൂസ് എന്നുള്ളത് ഈ രീതിയിൽ എഴുതി വെക്കുക. ന്യൂസ് എന്നുള്ളത് ഈ രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്തായും ഡയറക്ഷൻ കിട്ടി. ഇനി നമുക്ക് 4 ഡയറക്ഷൻസ് ഇനിയുണ്ട്. സബ് ഡയറക്ഷൻസ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഇത് നിങ്ങൾക്കറിയില്ലേ, ഇത് ഈ റീജിയനാണ്. അതായത് ഈ റീജിയൻ എഴുതുന്ന സമയത്ത് ഇത് ഡയറക്ഷൻ അറിയാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ റീജിയൻ എഴുതുന്ന സമയത്ത് ഡയറക്ഷൻ എഴുതുന്ന സമയത്ത് നോർത്തും സൗത്തും എപ്പോഴും നിങ്ങൾ സ്റ്റക്കായി വെക്കുക. അത് നമ്മൾ മാറ്റാതെ സ്റ്റക്കായി വെക്കുക. എന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഇടയിലുള്ള ഏരിയയെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ഈ 2 റീജിയൻ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. സൗത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള റീജിയൻ നമ്മൾ എന്ത് വിളിക്കും? സൗത്തിൽ സൗത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് നോർത്തിനെ സൗത്തിനെ ഇപ്പോൾ സ്റ്റക്ക് ചെയ്ത് കണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. ഇനി സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയിലുള്ള റീജിയനെ എന്ത് വിളിക്കുന്നു? സൗത്ത് വെസ്റ്റ് റീജിയൻ എന്ന് വിളിക്കുന്നു. അതുപോലെ നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെയും റീജിയൻ നമ്മൾ എന്ത് വിളിക്കുന്നു? നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇത്രയാണ് 8 ഡയറക്ഷൻസ് നമുക്കുള്ളത്. ഇനി മലയാളം മീഡിയക്കാർക്ക് ഇതാണ് വടക്ക് എന്ന് പറയുന്നത്, ഇതാണ് കിഴക്ക് എന്ന് പറയുന്നത്, ഇതാണ് തെക്ക് എന്ന് പറയുന്നത്, ഇതാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഇംഗ്ലീഷിൽ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എഴുതുന്ന സമയത്ത് ന്യൂസ് എന്ന രീതിയിൽ എഴുതാം. നമ്മുടെ ചോദ്യം എന്താടാ? ഇഫ് യു ആർ ഫേസിങ് ദ റൈസിങ് സൺ, നമ്മൾ എന്തിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്? ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ്. റൈസിങ് സൺ എന്ന് പറയുന്ന ഉദയസൂര്യനെ നോക്കുക. സൂര്യൻ എവിടെ ഉദിക്കുന്നത്? കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പോൾ ഈസ്റ്റിൽ ഉദിക്കുന്നു. സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈസ്റ്റിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നത്? നമ്മൾ ഉദയസൂര്യനെ നോക്കിയിട്ട് ഈ ഡയറക്ഷനിൽ നമ്മൾ നിൽക്കുന്നത്. ഉദയസൂര്യനെ നോക്കിയിട്ട് ആ ഡയറക്ഷൻ നിൽക്കുകയാണ്. ആ ഡയറക്ഷൻ നിൽക്കുന്ന സമയത്ത് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ടു ദ ലെഫ്റ്റ് ഓഫ് യു, നിങ്ങളുടെ ഇടതുവശം ഏത് ദിശയിലായിരിക്കും എന്നുള്ള ആ ചോദ്യം. ഇടതുവശം ഏത് ദിശയിലായിരിക്കും? അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മളുടെ വലതുവശം എന്ന് പറയുന്നത് സൗത്തും ഇടതുവശം ഏതാണ്? നോർത്ത് അഥവാ വടക്ക് എന്ന് പറയുന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയോ? അതായത് ഈസ്റ്റ് സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നു. കാരണം സൂര്യ ഉദിക്കുന്ന കിഴക്കിലാണ്, ഈസ്റ്റിലാണ് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, വെസ്റ്റ് അസ്തമിക്കുന്നു. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇടതുവശം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? നോർത്ത് അഥവാ വടക്കാണ്. അപ്പോൾ ആൻസർ നോർത്ത് എന്നുള്ളതുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി നോർത്ത്, വടക്ക് എന്നുള്ളതാണ് ആൻസർ എന്ന് പറഞ്ഞത്. മക്കൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വെക്കുക. ഡയറക്ഷൻ അറിയാത്തവർക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ ഈ 8 ഡയറക്ഷൻസ് പഠിച്ചു വെക്കുക. എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡേറ്റ് ഓൺ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ, ദ ഡേറ്റ് ഓൺ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകാരം നൽകിയത് എന്നുള്ളതാണ് ചോദ്യം.
ഇന്ത്യ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുൻപ് തന്നെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിരുന്നാൽ കൂടിയും ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിക്കാൻ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭയെ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ആളുകൾ നിയമിച്ചു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയും ഓഫ് ഇന്ത്യ. ഇവരുണ്ടാക്കിയ ഭരണഘടന എന്നാണ് അപ്രൂവ് ചെയ്യപ്പെട്ടത്, അതിന് അംഗീകാരം കിട്ടിയത് എന്നാന്നുള്ള ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. നവംബർ 26 1949 നവംബർ 26 എന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ജനുവരി 26 1950 ജനുവരി 26 എന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞ് നവംബർ 26 1950 എന്ന് പറയുന്നത്. ഇതിൽ ഏത് ആൻസർ ആണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, മക്കൾ എന്ത് ചെയ്യുക? മക്കൾക്ക് ആൻസർ അറിയും, പെട്ടെന്ന് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? നവംബർ 26 1949 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 26 1950 നമ്മൾ റിപ്പബ്ലിക് ഡേ. ജനുവരി 26 റിപ്പബ്ലിക് ഡേ. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് നാഷണൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ ജനുവരി 26 ആണ് റിപ്പബ്ലിക് ഡേ നമ്മൾ ആചരിക്കുന്നത്. പക്ഷേ ഇത് അംഗീകാരം നൽകിയത് ഇന്ത്യൻ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയെടുത്ത ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26 അംഗീകാരം നൽകിയത്. പക്ഷേ അത് നടപ്പിലാക്കിയത് എന്നാണ്? ജനുവരി 26 ആണെന്നുള്ളൂ. നോക്കാം, നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു നോക്കാം. ഫസ്റ്റ് ആദ്യ സമ്മേളനം ഈ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യം മീറ്റിംഗ് നടന്നത്. അതിന് മുമ്പ് 1946 ഡിസംബർ 6 എന്ത് സംഭവിച്ചത്? ഡിസംബർ 6 എന്ത് സംഭവിച്ചത് വെച്ചാൽ ഈ പറഞ്ഞ ഭരണഘടന നിർമ്മാണ സഭയെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പ്രഖ്യാപിച്ചത് ആരൊക്കെയാണ് അതിൽ ഉണ്ടാവുക എന്നുള്ള പറഞ്ഞ് പ്രഖ്യാപിച്ചത് ഡിസംബർ 6 എന്നിട്ട് ഡിസംബർ 9 അവരുടെ ആദ്യത്തെ സമ്മേളനം, ആദ്യത്തെ മീറ്റിംഗ് അത് കൂടി. എന്നിട്ട് അതിൻ്റെ അധ്യക്ഷനായിക്കാണ്ട് ആരെ നിയമിച്ചു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അവർ നിയമിച്ചു. അതുപോലെ ഭരണഘടന അംഗീകരിച്ചു, ഒപ്പുവെച്ചത് ഈ ഭരണഘടന അംഗീകരിച്ചത്, അതായത് 2 വർഷവും 11 മാസവും 17 ദിവസവും ഇത്രയും ദിവസം എടുത്തിട്ടാണ് ഇവർ ഭരണഘടന ഉണ്ടാക്കിയത്. 2 വർഷവും ഇവിടെ ഉണ്ട് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ട് ഇവർ ഭരണഘടന ഉണ്ടാക്കിയ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ആ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കും, ജനുവരി 26 എഴുതിയേക്കും. ജനുവരി 26 എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസമാണ്. ഇതിന് അംഗീകാരം നൽകിയതെന്നാണ്? 1949 നവംബർ 26 സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ ഏരിയസിൽ നമ്മളെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏരിയ, അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഓക്കെ, മാപ്പിംഗ്, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ NMMSൽ കാണാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എക്സാം വൈ ലേണിംഗ്സിന് ഞങ്ങളുമായി നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യുക? സംശയ നിവാരണത്തിന് ഞങ്ങൾ ചൂസ് ചെയ്യാം. അതിനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കാണ്ട് ഒരു ഫ്രീ NMMS കോച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കൾ ചെയ്യേണ്ടത് വീഡിയോ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ എന്തിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.